നമസ്കാരം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിങ്ങെത്തി. ഒപ്പം തന്നെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മറുതന്ത്രങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായി രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ കേരളത്തിലെ പ്രചാരണ കളം നിറഞ്ഞാടുകയാണ്. ഔദ്യോഗികമായ തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ തിരഞ്ഞെടുപ്പിലേക്ക് ഇനി അധിക ദൂരമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രചാരണ വേലകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ മുന്നണിയുടെ പ്രചരണത്തെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ രസകരമായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ആ നിരീക്ഷണത്തിൽ നിന്ന് ഉണ്ടായൊരു അവബോധത്തിൽ, അതായത് ബുദ്ധനുണ്ടായതുപോലൊരു ബോധോദയം ഉണ്ടായതിൽ നിന്ന് ചില പ്രവചനങ്ങൾ നടത്തുവാനാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മൂന്നേ കാര്യങ്ങളേ ഉള്ളൂ. കൂടുതൽ അധികം ദൈർഘ്യമുണ്ടാവില്ല ഈ ഒരു വീഡിയോയ്ക്ക്. അതിലൊന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പരാമർശിച്ചിരുന്നൊരു വിഷയമാണ്, എന്നാലും ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം. മുഹമ്മദ് റിയാസ് ഭാവി മുഖ്യമന്ത്രിയായി ഒരു സമുദായത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുക എന്നുള്ളൊരു രഹസ്യ സന്ദേശം ഒരു പ്രത്യേക സമുദായത്തിലെ മതപണ്ഡിതന്മാർക്ക് നൽകപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഇതുവരെ നൽകപ്പെടാത്ത വിഭാഗങ്ങൾക്കിടയിൽ, ഒരു പ്രത്യേക സമുദായത്തിലെ പല വിഭാഗങ്ങളിൽ ചില വിഭാഗങ്ങൾക്ക് ഇതുവരെ നൽകപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. താമസിയാതെ ആ സന്ദേശം നൽകപ്പെടും. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഏറിയാൽ 1.5 വർഷത്തിനുള്ളിൽ ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയും പകരം മുഹമ്മദ് റിയാസ് ആ സ്ഥാനത്തേക്ക് വരികയും ചെയ്യുമെന്നുള്ള സന്ദേശം നൽകപ്പെടുകയും അതിൻ്റെ ഫലമായി ന്യൂനപക്ഷ സമുദായത്തിലെ ഒരു നല്ലൊരു സംഖ്യ സമ്മതിദാനാവകാശം ഇടതുപക്ഷത്തിലേക്ക് ചെയ്യുവാനുള്ള സാധ്യതകൾക്ക് വേണ്ടി ഇടതുപക്ഷം പ്രവർത്തിക്കുന്നു. ചായ്വെന്ന് ഞാൻ പറയുന്നില്ല. ചായ്വാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ ഇടതുപക്ഷം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾ കൂടുതൽ വരും ദിവസങ്ങളിൽ ശക്തമാകും. അതാണ് ഒന്നാം പ്രവചനം. ഇതൊരു പ്രവചനമല്ല, ഇപ്പോൾ കഴിഞ്ഞ കാര്യമായതുകൊണ്ട് അതൊരു പ്രവചനമായി കാണണ്ട. പക്ഷേ മുഹമ്മദ് റിയാസ് കാന്തപുരത്തിനെ സന്ദർശിച്ച ദിവസം തന്നെ ഞാൻ ഈ ഒരു പ്രവചനം നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇതിനെയും പ്രവചനത്തിൻ്റെ പട്ടികയിൽ കൂട്ടുന്നത്. ഒന്നാം പ്രവചനം. രണ്ടാം പ്രവചനം അത് ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും ശ്രീ സുകുമാരൻ നായരെയും സംബന്ധിച്ചൊരു പ്രവചനമാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറിയായ ശ്രീ സുകുമാരൻ നായരും ഹിന്ദു ഐക്യം സംബന്ധിച്ചിട്ടുള്ള ചില നാടകങ്ങൾ കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതും ഹിന്ദു ഐക്യത്തിൽ നിന്ന് സുകുമാരൻ നായർ പിന്മാറിയതും വിവിധ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചതുമൊക്കെ നാം കണ്ടതാണ്. മുന്നോട്ട് ഈ ഒരു പ്രകടനം അല്ലെങ്കിൽ ഈ ഒരു നാടകം എങ്ങനെ നീങ്ങും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പ്രവചനം നടത്തുകയാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ സംഭവിക്കുവാൻ ഏറ്റവും സാധ്യതയുള്ളൊരു കാര്യം, തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ദിവസങ്ങളിൽ ശ്രീ സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ചില പത്രസമ്മേളനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസ്താവനകളോ ഒക്കെ പുറത്തു വരും. അതല്ല ഇതിലെ രസകരമായ കാര്യം. ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ അത്ര രൂക്ഷമായിട്ടല്ലെങ്കിൽ തന്നെ ശ്രീ സുകുമാരൻ നായർ മുൻപ് നടത്തിയിരുന്നു. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ അതിനോടുള്ള പ്രതികരണമായിരുന്നു ഇത്രയും കാലം ഈ ഒരു സ്ഥിതിഗതികൾ വഷളാവാതെ കാത്തു സൂക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഫലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പിണിയാളുകളായി ഇരുവരും പ്രവർത്തിക്കുകയാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നടക്കുവാൻ സാധ്യതയുള്ളൊരു കാര്യം, ശ്രീ സുകുമാരൻ നായർ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ച് ഇറക്കുന്ന പ്രസ്താവനയ്ക്ക് അതിലും രൂക്ഷമായ ഭാഷയിൽ തൻ്റെ തനത് ശൈലിയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മറുപടി നൽകും. ഇതുവരെ അദ്ദേഹം അത്തരത്തിലുള്ളൊരു മറുപടി സുകുമാരൻ നായർക്ക് ഒരിക്കലും നൽകിയിരുന്നില്ല. വളരെ കാലമായിട്ടുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. പക്ഷേ ഇനി ഉള്ള അവസരത്തിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ദിനങ്ങളിൽ സുകുമാരൻ നായർ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുവാനും വെള്ളാപ്പള്ളി നടേശൻ്റെ നേരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുവാനും അതിന് മറുപടിയായി അതിലും രൂക്ഷമായ ഭാഷയിൽ സുകുമാരൻ നായരെ അപഹസിക്കുന്ന രീതിയിൽ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മറുപടി നൽകുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ ഹൈന്ദവർക്കിടയിൽ ഒരു ഭിന്നതയുണ്ടാക്കുക, ഈഴവർ നായർ അങ്ങനെ ഒരു ഭിന്നത. അവർ SNDPക്കാർ സുകുമാരൻ നായരെ അപഹസിക്കാറായോ? വെള്ളാപ്പള്ളി നടേശൻ സുകുമാരൻ നായരെ അപഹസിച്ചോ? നായർ സ്പിരിറ്റ് അങ്ങ് തിളച്ചു കയറും. തിരിച്ച് സുകുമാരൻ നായർ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ
അപമാനിച്ചു, ഈഴവ സ്പിരിറ്റ് അവിടെ തിളച്ചു കയറും. ഇത്തരത്തിലുള്ള ഒരു ഗൂഢതന്ത്രം ഇടതുപക്ഷം കാലാകാലങ്ങളായി ഹൈന്ദവ സമുദായത്തിനിടയിൽ ഉപയോഗിച്ചു വരുന്നതാണ്. ഇത്തവണ അവർക്കതിനെ ഉപയോഗിക്കുവാനായി 2 വിലയേറിയ ചട്ടുകങ്ങളെ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരം ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭരണത്തിൽ മടുത്ത്, ഭരണപരാജയങ്ങൾ ഒരു വശത്ത്, ഇടതുപക്ഷം കഴിഞ്ഞ 10 വർഷങ്ങളായി തുടരെ നടത്തുന്ന ഹൈന്ദവ ധ്വംസനം മറ്റൊരു വശത്ത്, ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു മഹാക്ഷേത്രങ്ങളെയും അപമാനിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്ന അവരുടെ രീതികൾ ഇനിയൊരു വശത്ത്, ഇത്രയും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊണ്ട് പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു വികാരം മനസ്സിൽ ഉൾക്കൊണ്ട് സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഹൈന്ദവ സമുദായത്തിനിടയിലേക്ക് ഇത്തരത്തിലൊരു വിഭജനം സൃഷ്ടിച്ച് കുറച്ച് വോട്ടുകളെങ്കിലും ഭിന്നിപ്പിച്ച് മാറ്റുക, അപ്പുറത്ത് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ഭൂരിപക്ഷത്തിൻ്റെ സമ്മതിദാനാവകാശത്തെ ഭിന്നിപ്പിച്ചാൽ ഫലം തങ്ങൾക്കുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ ഇത്തരമൊരു നടപടിയിലേക്ക് ഇടത് മുന്നണി പോകുവാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇത് 2ാമത്തെ പ്രവചനം. ഇനി 3ാമത്തെ പ്രവചനം, ഇത് പുട്ടിന് മേമ്പൊടി ഇടുന്നത് പോലുള്ളൊരു പ്രക്രിയയായിരിക്കും. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ പ്രചാരം നേടുവാൻ സാധ്യതയുള്ളൊരു തന്ത്രമായിരിക്കും. എന്താണ് ആ തന്ത്രം? നമ്മുടെ ഒരു പഴയ ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡൽഹിക്ക് വിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവുണ്ടാകും. അദ്ദേഹം വെറുതെ തിരിച്ചുവരവ് ആയിരിക്കില്ല. ഒരു 2 ദിവസം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒന്ന് കറങ്ങി നടന്നിട്ട് പെട്ടെന്ന് യാതൊരു പ്രകോപനവും ഇല്ലാതെ അദ്ദേഹം ഒരു കഥയങ്ങ് പറയും. ഞാൻ പുൽപ്പാടി ഗണപതി ക്ഷേത്രത്തിലേക്ക് അവർ ക്ഷണിച്ചത് പ്രകാരം പോയപ്പോൾ, ഞാൻ നടക്കിലെത്തിയപ്പോൾ അവിടുത്തെ പൂജാരിയായിട്ടുള്ള പാളയംകോടൻ മനയിൽ പൂവൻ നമ്പൂതിരി എന്നെ കണ്ടതും 2 തവണ തുമ്മി. പക്ഷേ എൻ്റെ പിന്നാലെ എത്തിയ മാടമ്പി വീട്ടിൽ സുരേഷിനെ കണ്ടപ്പോൾ അദ്ദേഹം 1 തവണയെ തുമ്മിയുള്ളൂ. ഇത് വ്യക്തമായ ജാതി അധിക്ഷേപം തന്നെയാണ് എന്നുള്ളൊരു കഥ അദ്ദേഹം അങ്ങിറക്കിവിടും. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂട്ടയടി, നിലവിളി, പാളയംകോടൻ മനയിലെ പൂവൻ നമ്പൂതിരിയെ തൂക്കിക്കൊല്ലണം, വെടിവെച്ച് കൊല്ലണം, അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നിട്ട് കെട്ടിത്തൂക്കണം, കെട്ടിത്തൂക്കിയിട്ടിട്ട് വെടിവെച്ച് കൊല്ലണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി അലമുറകൾ ഉയരും. ഇടതുപക്ഷക്കാർ തെരുവിൽ കിടന്ന് പൊട്ടിത്തെറിക്കുവാനും സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വരവ്, ഒരു തിരിച്ചുവരവ് നമ്മുടെ മുൻ ദേവസ്വം മന്ത്രി കേരളത്തിലേക്ക് നടത്തുവാനുള്ള സാധ്യതയാണ് 3ാമത്തെ പ്രവചനം. ഈ പ്രവചനങ്ങളൊക്കെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങളെ, അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ എത്ര എളുപ്പമാണ് എന്നാണ് ഇടതുപക്ഷം ധരിച്ചു വശായിരിക്കുന്നത്. അത് അവർ വെറുതെ ധരിച്ചിരിക്കുന്നതുമല്ല, അവരുടെ ആ ഒരു ധാരണ വെറുതെയുമല്ല താനും. കാരണം മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും ഇത്തരത്തിലുള്ള നികൃഷ്ടമായിട്ടുള്ള പ്രവൃത്തികളുമൊക്കെ ചെയ്ത് അവയിൽ വിജയം കണ്ട് തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ കൊയ്തിട്ടുള്ള ഒരു ചരിത്രം തന്നെ, നീണ്ട ചരിത്രം തന്നെ ഇടതുപക്ഷത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരുടെ മനസ്സിൽ ഇത്തരമൊരു ധാരണകൾ വേരുറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രവചനങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, വെറുതെ ചുമ്മാ ചിന്തിക്കുവാനുള്ളവർ ചിന്തിക്കുക, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരും SDPIക്കാരും ഒക്കെ ഇടയ്ക്ക് പറയുന്നത് കേട്ടിട്ടില്ലേ? അവർ ഈ പറയുന്ന കാര്യങ്ങളിൽ നല്ലതാര് പറഞ്ഞാലും നമ്മൾ എടുക്കണം. അത് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണെങ്കിലും അവർ പറയുന്ന അർത്ഥത്തിൽ തന്നെ എടുക്കണമെന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ചിന്തിക്കുക, ദൃഷ്ടാന്തം കണ്ടെത്തുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ? HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.